സൈനിക പോസ്റ്റുകൾ അടക്കം പിടിച്ചെടുത്തുകൊണ്ട് തേരോട്ടം തുടരുന്നുവെന്ന് പറയുന്നു. അതിനിടയിൽ ആഭ്യന്തര കലാപം പാകിസ്ഥാനെ വരിഞ്ഞു മുറുകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നയമാകെ മാറ്റി സുഹൃത്തിനെ കൊടും ശത്രുവാക്കി പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇനി ഒരടിയെങ്കിലും മുന്നോട്ടെടുത്തു വെച്ചാൽ പാകിസ്ഥാനെ പൂർണ്ണമായും ചാരമാക്കുമെന്ന ഭീഷണി ഇതിനോടകം തന്നെ താലിബാൻ ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കടുക്കുന്നത് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും മോശമാക്കുന്നതിന് കാരണമായി മാറുന്നുണ്ട്. 1893 ബ്രിട്ടീഷുകാർ വരച്ചെടുത്ത ഡ്യൂറൻ ലൈൻ എന്നറിയപ്പെടുന്ന കൊളോണിയൽ കാലഘട്ടത്തിലെ അതിർത്തിയായി കണക്കുകൂട്ടുന്ന പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി വര, ഇത്രയും കാലം ഏറ്റവും അധികം പ്രശ്നമുണ്ടായിരുന്നത് ഈ മേഖലയായിരുന്നു. ഈ മേഖലയിലെ 2600 കിലോമീറ്റർ അതിർത്തിയിലെ ക്രോസിങ്ങുകൾ ഞായറാഴ്ച അടച്ചുവെന്ന് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഈ അവസരത്തിൽ വ്യക്തമാക്കുകയാണ്. ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു അസ്വസ്ഥതയെയും പാകിസ്ഥാനെതിരായിട്ടുള്ള ആക്രമണമായി കണക്കാക്കി അതിശക്തമായി തിരിച്ചടിക്കുമെന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. തോർഖാമിലും ചാമനിലുമുള്ള അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട അതിർത്തി ക്രോസിങ്ങുകളും ഖാർലാച്ചി, അങ്കൂറദ്ദ, ഗുലാം ഖാൻ എന്നിവിടങ്ങളിലെ കുറഞ്ഞ 3 ചെറിയ ക്രോസിങ്ങുകളെങ്കിലും ഞായറാഴ്ചയോടുകൂടി അടച്ചു കഴിഞ്ഞുവെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ ആദ്യം അംഗീകരിച്ച പാകിസ്ഥാൻ ഇനി അവർക്ക് നിയമസാധുതയില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തുന്നു. അമേരിക്കൻ പിന്തുണയുണ്ടായിരുന്ന ജനാധിപത്യ സർക്കാരിനെ സായുധ കലാപത്തിലൂടെയായിരുന്നു താലിബാൻ അട്ടിമറിച്ചത്. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയപ്പോൾ ആ ഭരണകൂടത്തെ ആദ്യമായി പിന്തുണച്ച രാജ്യം മറ്റൊന്നുമായിരുന്നില്ല, പാകിസ്ഥാനായിരുന്നു. അന്ന് ദുഷ്ടലാക്കോടുകൂടി സ്വാർത്ഥ താല്പര്യത്തോടുകൂടി എന്തിനു വേണ്ടി താലിബാനെ അംഗീകരിച്ചോ ഇന്ന് അതേ നാണയത്തിൽ പാകിസ്ഥാന് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 2021 നിലപാടിൽ നിന്നും 4 വർഷത്തിനിപ്പുറം മലക്കം മറിയുകയാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ഭീകരാക്രമണങ്ങൾ നടത്തുന്ന തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന പാക് താലിബാൻ സംഘടനയ്ക്ക് പിന്തുണ നൽകുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നയത്തിനുള്ള എതിർപ്പ് തന്നെയാണ്, വിയോജിപ്പ് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രകടമാക്കിയിരിക്കുന്നത്. അതിലെ അതൃപ്തി കൂടിയാണ് ഈ സാഹചര്യത്തിൽ പ്രകടമാകുന്നത്. വ്യാഴാഴ്ച കാബൂളിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 സൈനികരും തമ്മിൽ ഏറ്റുമുട്ടൽ പൊട്ടിപ്പുറപ്പെട്ടു. ഇതിന് മറുപടിയായി ശനിയാഴ്ച രാത്രി അതിശക്തമായി തന്നെ അഫ്ഗാൻ സൈന്യം തിരിച്ചടിച്ചു. ഇരുവരുടെയും അതിർത്തിയിലെ ഒട്ടനവധി പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അതിരൂക്ഷമായ ആക്രമണം. ഇത് കൂടുതൽ സംഘർഷം ഉയർത്തുകയാണ് ചെയ്തത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ നേതൃത്വത്തിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISIക്ക് ഏറെ നിർണായകമായ ഒരു സ്വാധീനമുണ്ടെന്നുള്ളത് ഏവർക്കും അറിയാവുന്നതാണ്. 2021 വരെ ഈ സ്വാധീനം പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ താലിബാന്റെ മേലുള്ള സ്വാധീനം പാകിസ്ഥാൻ മുമ്പുള്ളതുപോലെ കിട്ടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. താലിബാൻ ഒരു ജനാധിപത്യ രീതിയിൽ ഭരണക്രമം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യയിലടക്കം സന്ദർശനം നടത്തിയ വാർത്ത ഈ അടുത്ത് പുറത്തു വന്നത്. അതേ സമയത്ത് തന്നെയാണ് പാകിസ്ഥാനിൽ അതിശക്തമായ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ അതിർത്തിയിൽ ഏറ്റുമുട്ടൽ സംഭവിച്ചപ്പോൾ 200-ലധികം താലിബാൻ സേനാംഗങ്ങൾ ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് പാകിസ്ഥാൻ അവകാശവാദം ഉയർത്തിയത്. ഏറ്റുമുട്ടലിന്റെ ഭാഗമായി 200 പേരെ കൊലപ്പെടുത്തിയപ്പോൾ 23ഓളം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് പാകിസ്ഥാൻ തന്നെ പറയുന്നു. നേരത്തെ 58 പാക് സൈനികർ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു. ഇന്നത് 200 കവിയുമെന്നാണ് താലിബാനും അവകാശപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്, അവകാശവാദങ്ങൾ ഉയർത്തുകയാണ് ഇരു രാജ്യങ്ങളും. അഫ്ഗാന്റെ 19 സൈനിക പോസ്റ്റുകളും ഭീകരരുടെ ഒളിത്താവളങ്ങളും പിടിച്ചെടുത്തുവെന്നാണ് പാക് സൈന്യത്തിന്റെ അവകാശവാദം. അഫ്ഗാനിസ്ഥാനിലെ താലിബാനും തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന പാകിസ്ഥാനി താലിബാനും ഒരു തരത്തിലും പ്രകോപനമില്ലാതെ ആക്രമണങ്ങൾ തുടങ്ങിവെക്കുകയായിരുന്നു. പാക് സൈന്യത്തിന്റെ ആരോപണമാണ് ഈ രീതിയിൽ. താലിബാൻ ആക്രമണത്തെ അതിശക്തമായി ചെറുത്തെന്ന്, താലിബാന്റെ വിവിധയിടങ്ങളിലെ കേന്ദ്രങ്ങൾ തകർത്തെന്നും പാകിസ്ഥാൻ സൈന്യം ഇതോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിർത്തിയിലുണ്ടായ ആക്രമണത്തിൽ പാക് സൈനികർ 60ഓളം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് താലിബാൻ വക്താവായ സബീഹുള്ള മുജാഹിദായിരുന്നു വാർത്താ സമ്മേളനത്തിലൂടെ നേരത്തെ പറഞ്ഞത്. അതിനുള്ള മറുപടിയായി തന്നെയാണ് പാകിസ്ഥാനും രംഗത്തെത്തി 200 താലിബാനികളെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞത്. 30-ലേറെ പാക് സൈനികർക്ക് പരിക്ക് സംഭവിച്ചെന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരാക്രമണത്തിനും ഉത്തരം കിട്ടാതെ പോകില്ലെന്നും ഇതിനുള്ള മറുപടി പാകിസ്ഥാനെ കൊണ്ട് പറയിപ്പിക്കുമെന്നാണ് താലിബാന്റെ താക്കീത്. 20 അഫ്ഗാൻ സൈനികർ കൊല്ലപ്പെട്ടെന്ന് താലിബാൻ വക്താവ് തന്നെ പറയുന്നു. സ്വന്തം മണ്ണിലെ IS സാന്നിധ്യത്തിന് നേരെ പാകിസ്ഥാൻ കണ്ണടച്ചു കളഞ്ഞു. അഫ്ഗാനിസ്ഥാന് തങ്ങളുടെ കര വ്യോമ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്, അത് കാത്തു സൂക്ഷിക്കും.
അതുകൊണ്ട് യാതൊരുവിധ ആക്രമണത്തിനും മറുപടി നൽകാതെ ഒരിക്കലും ഇരിക്കില്ല. അഫ്ഗാൻ ജനതയുടെ ക്ഷമ പരീക്ഷിക്കുന്നതിൽ നിന്നും പാകിസ്ഥാൻ വിട്ടുനിൽക്കണമെന്നാണ് താലിബാന്റെ അന്ത്യശാസനം. താലിബാന്റെ ഈ വാദങ്ങൾ ഇതുവരെയും അംഗീകരിക്കാൻ പാകിസ്ഥാനും തയ്യാറായിട്ടില്ല. അഫ്ഗാൻ അതിർത്തിയിലെ 19 സൈനിക പോസ്റ്റുകൾ സുരക്ഷാ സേന പിടിച്ചെടുത്തുവെന്ന് പാകിസ്ഥാൻ തിരിച്ചു മറുപടി പറയുകയാണ്. പാകിസ്ഥാന്റെ ഒരാക്രമണത്തിനും ഇതുവരെയും മറുപടി ലഭിക്കാതെ പോകില്ലെന്നും താലിബാൻ വക്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഭീകരരെ സംരക്ഷിക്കുന്ന ആ നയം അത് പാകിസ്ഥാൻ അവസാനിപ്പിച്ചിരിക്കണം. ഇല്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ നിരവധി പ്രധാന നേതാക്കൾ തമ്പടിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലാണ്. ആ ഒളിവിൽ കഴിയുന്നവരെ പുറത്തുവിടുക എന്ന് തന്നെയാണ് താലിബാൻ പറഞ്ഞിരിക്കുന്നത്. ഭീകരതയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന നയം കാരണം നിരവധി ലോകരാജ്യങ്ങൾ ഭീഷണി നേരിടുന്നുവെന്നും പത്രസമ്മേളനത്തിലൂടെ താലിബാൻ വക്താവ് പറയുന്നുണ്ട്. പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ ഒളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഐസിസ് അംഗങ്ങളെ പുറത്താക്കണം. ഇസ്ലാമിക് എമിറേറ്റിന് കൈമാറണം, അതായത് അഫ്ഗാന് കൈമാറിയിരിക്കണം. അഫ്ഗാൻ ഉൾപ്പെടെ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഐസിസ് എന്ന് പറയുന്നത് ഭീഷണിയാണ്. കറാച്ചി, ഇസ്ലാമാബാദ് വിമാനത്താവളങ്ങൾ വഴി പരിശീലനത്തിനായി നിരവധി ഐസിസ് ഭീകരർ പാകിസ്ഥാനിലെത്തിയിട്ടുണ്ടെന്നും താലിബാൻ വക്താവ് പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലേക്ക് അതിക്രമിച്ച് കടക്കുകയോ വ്യോമാതിർത്തി ലംഘിക്കുകയോ ചെയ്യുന്ന ആർക്കും കടുത്ത തിരിച്ചടി, പ്രത്യാഘാതം, പ്രതികരണം തന്നെയായിരിക്കും ഇനി നേരിടേണ്ടി വരുന്നത്. ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തൽക്കാലം ഈ ആക്രമണങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നുവെന്നാണ് താലിബാൻ പറയുന്നത്. പക്ഷേ ഇനിയൊരു പ്രകോപനപരമായിട്ടുള്ള നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുണ്ടായാൽ ഒരു പിടിച്ചാരം മാത്രമായിരിക്കും അവശേഷിക്കുക. പാകിസ്ഥാൻ അവരുടെ രാജ്യത്ത് ഒളിച്ചിരിക്കുന്ന IS അംഗങ്ങളെ പുറത്താക്കുകയോ അതിനുവേണ്ടി കർശനമായി നടപടി സ്വീകരിക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം തിരിച്ചടി അതിഭീകരമായിരിക്കും. ഇന്ത്യയും ഇതുതന്നെയാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഇന്ത്യയും താലിബാനും ഒരേ നയം തന്നെയാണ് പിന്തുടരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ BLAക്ക് പരോക്ഷമായി ഇന്ത്യ പിന്തുണ നൽകുന്നു, ഇന്ത്യ ആയുധങ്ങൾ നൽകുന്നു എന്ന ആക്ഷേപം പാകിസ്ഥാൻ ഉയർത്തിയ സാഹചര്യത്തിൽ ഇനി അഫ്ഗാനിസ്ഥാനും ആയുധങ്ങൾ നൽകുന്നത് ഇന്ത്യയാണെന്ന് ഒരുപക്ഷേ നാളെ പാകിസ്ഥാൻ പറഞ്ഞിരിക്കും. എന്നാൽ പഷ്തുൻഖവായിൽ പുതിയ കേന്ദ്രങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടങ്ങളിലുണ്ടാകുന്ന നീക്കങ്ങൾ ഏറെ സൂക്ഷ്മമായി തന്നെയാണ് നിലവിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നടന്ന ആക്രമണങ്ങളും ഈ കേന്ദ്രങ്ങളിലാണ് ആസൂത്രണം ചെയ്തതെന്നും മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് താലിബാൻ വക്താവ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ പരമോന്നത നേതാവായ ഹിബത്തുള്ള അഖുൻസാദയോട് കൂറുള്ള കണ്ടഹാരി വിഭാഗത്തിലും ഒരു കാലത്ത് തങ്ങളുടെ തന്ത്രപരമായ പ്രോക്സികളായി പ്രവർത്തിച്ചിരുന്ന ഹഖാനി ശൃംഖലയിലും സ്വാധീനം പാകിസ്ഥാൻ ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളും വിവരം പങ്കുവയ്ക്കുന്നത്.